കേരളത്തിലെ വിദ്യാഭ്യാസ രീതി മാറുകയാണെന്ന് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. +2 കഴിഞ്ഞ് ഡിഗ്രി എന്ന രീതിയും ഒപ്പം കുട്ടികളുടെ ആഗ്രഹങ്ങളും മാറിയെന്നും സ്പീക്കർ പറഞ്ഞു. വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല, മറിച്ച് സ്വന്തം ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഉപരിപഠന മേഖല തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ സ്കൂളിൽ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാരൻസിന് കേവലം ഫെസിലിറ്റേറ്റർ മാത്രമാവാൻ പറ്റൂ, ടീച്ചേഴ്സിനും ഫെസിലിറ്റേറ്റർ മാത്രമേ ആവാൻ പറ്റൂ. നിങ്ങൾ തന്നെ സ്വയം ചെയ്യണം. നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് പഠിക്കലേ രക്ഷയുള്ളൂ. ഇന്നിപ്പോൾ FIGP ആണ്. FIGP എന്ന് പറഞ്ഞാൽ എന്തറിയോ? 4 ഇയർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന് പറയുക. ഞങ്ങളൊക്കെ 3 ഇയർ ആണ്. ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വിദ്യാഭ്യാസം മാറണം. 5GP 4 ഇയർ ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ പറയുന്നത്, പത്രത്തിൽ കാണുന്നത് B.Ed പോവാണ്. പകരം ഗ്രാജുവേഷൻ്റെ സമയത്ത് തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായ വിദ്യാഭ്യാസം നിങ്ങൾക്ക് നൽകാൻ പോവാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ രീതി മാറുന്നു, വേ ഓഫ് ടീച്ചിങ് മാറുന്നു, കുട്ടികളുടെ ഡ്രീം മാറുന്നു, കുട്ടികളുടെ ആസ്പിറേഷൻ കൂടുന്നു. നിങ്ങളൊക്കെ ഡിസയറും ആസ്പിറേഷനുള്ള ആൾക്കാരാണ്. അംബീഷ്യസ് ആയിരിക്കണം, ആഗ്രഹങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് മികച്ച നിലയിൽ പഠിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കണം. പുത്തൻ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ തലശ്ശേരി നഗരസഭ വൈസ് ചെയർമാൻ MV ജയരാജൻ അധ്യക്ഷനായി. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പാൾ സരസ്വതി R, HM OP ശൈലജ, മുൻ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM സജിത, PP രശ്മി തുടങ്ങിയവർ സംബന്ധിച്ചു. NSS ഉത്തരമേഖലാതല മികച്ച പ്രോഗ്രാം ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട NSS ഓഫീസർ റീജ P റഷീദിനെയും കായികമേളയിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.